ഇപ്പോഴത്തെ പ്രവർത്തകർക്ക് SFIയുടെ ചരിത്രം അറിയില്ലെന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് മറുപടി. പ്രവർത്തകരെ കൃത്യമായി ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. വലതുപക്ഷ അജണ്ടയ്ക്ക് നേതാക്കൾ തലവെച്ച് കൊടുക്കരുതെന്ന് PM ആർഷോ പറഞ്ഞു. CPI സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഇടതുപക്ഷത്തിന്റെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ്. ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ സൃഷ്ടിക്കുന്ന പൊതുബോധത്തിന് ഈ ആളുകൾ വിധേയപ്പെട്ടു പോകാൻ വേണ്ടി പാടില്ല. വസ്തുത മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ ആളുകൾ തയ്യാറാകേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിമർശനം SFI ഈ കാലഘട്ടത്തിലെ SFIക്ക് ചരിത്രം അറിയില്ല, SFI ചരിത്രം പഠിക്കാൻ വേണ്ടി തയ്യാറാകണം എന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായി ഞങ്ങൾ ചരിത്രം പഠിക്കുന്നുമുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകർക്ക് കൃത്യമായി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. തെറ്റായി സൃഷ്ടിക്കപ്പെടുന്ന ചിത്രീകരണങ്ങളുടെ പുറത്ത് വലതുപക്ഷത്തിന്റെ അജണ്ടയ്ക്ക് തലവെച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഉത്തരവാദിത്വപ്പെട്ട നേതാക്കൾ തയ്യാറാകരുത്. ക്യാമ്പസുകളിൽ സംഘർഷമുണ്ടാക്കാൻ KSU ബോധപൂർവം ശ്രമിക്കുന്നുവെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ കുറ്റപ്പെടുത്തി. പ്രതിപക്ഷ നേതാവിന്റെ ആശീർവാദത്തോടെയാണ് ആക്രമണങ്ങൾ നടക്കുന്നത്. കാര്യവട്ടം ക്യാമ്പസിൽ ഉണ്ടായത് വിദ്യാർത്ഥികളുടെ പ്രതിരോധമാണ്. കോഴിക്കോട് കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ CCTV ദൃശ്യങ്ങൾ മുഴുവനായും പുറത്തുവിടാൻ മാനേജ്മെന്റ് തയ്യാറാകണമെന്നും ആർഷോ ആവശ്യപ്പെട്ടു. ഈ അക്കാദമിക് വർഷം ആരംഭിച്ച ഘട്ടം മുതൽ ബോധപൂർവം ക്യാമ്പസുകൾക്കകത്ത് സംഘർഷമുണ്ടാക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷ നേതാവിന്റെ ആശീർവാദത്തോടുകൂടി അദ്ദേഹത്തിന്റെ ആഹ്വാനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് KSU ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിപുലമായി ക്യാമ്പസുകൾക്കകത്ത് SFI പ്രവർത്തകരെ ആക്രമിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ബോധപൂർവം പ്രകോപനം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയും ക്യാമ്പസുകൾക്കകത്ത് അക്രമാന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുമുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള ശ്രമം. MG പ്രതീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഇത് ആർഷോയുടെ വാർത്താ സമ്മേളനത്തിൽ SFIയെ വിമർശിച്ചവർക്കൊക്കെ മറുപടി പറയുന്നുണ്ട്. അതിൽ ബിനോയ് വിശ്വത്തിനുള്ള മറുപടിയുമുണ്ട്, AISFനുള്ള മറുപടിയുമുണ്ട്. കേരള സർവകലാശാല തെരഞ്ഞെടുപ്പിൽ സർവകലാശാല അല്ലെങ്കിൽ SFIയോട് ചേർന്ന് മത്സരിക്കാതെ AISF ഒറ്റയ്ക്ക് നിൽക്കാൻ തയ്യാറുണ്ടോ എന്നത് ഏതാണ്ട് ഒരു വെല്ലുവിളിയുടെ സ്വരത്തിലാണ് ആർഷോ ചോദിക്കുന്നത്, അല്ലേ? വിജയകുമാർ, തീർച്ചയായും. കാരണം സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ തുടർച്ചയായി ഉണ്ടാകുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ബിനോയ് വിശ്വം SFIയെ വിമർശിച്ച രംഗത്ത് വന്നത്. SFI തിരുത്തണമെന്നും ചരിത്രം പഠിക്കണമെന്നുമായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ ഒരു വിമർശനം, അല്ലെങ്കിൽ കൃത്യമായൊരു നിലപാട് ബിനോയ് വിശ്വം പറഞ്ഞത്. ഇന്നും ആ നിലപാട് ബിനോയ് വിശ്വം ആവർത്തിക്കുന്ന ഒരു പ്രതികരണമാണ് പുറത്തു വന്നത്. ഇതിന് പിന്നാലെയാണ് ബിനോയ് വിശ്വത്തിന് മറുപടിയുമായി SFI സംസ്ഥാന സെക്രട്ടറി തന്നെ രംഗത്ത് വന്നത്. വലതുപക്ഷ അജണ്ടയ്ക്ക് നേതാക്കൾ തലവെച്ച് കൊടുക്കരുത് എന്നതാണ് PM ആർഷോ നൽകുന്ന മറുപടി. മറ്റൊന്ന്, മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന പൊതുബോധത്തിൽ വിധേയപ്പെട്ട പോകരുതെന്നും പറയുന്നുണ്ട്. മാത്രമല്ല, ഈ വിമർശനങ്ങളെയെല്ലാം തന്നെ പോസിറ്റീവായി കാണുന്നുണ്ട്. മറ്റൊന്ന്, ഈ ചരിത്രം പഠിക്കണമെന്ന ബിനോയ് വിശ്വത്തിന്റെ മറുപടിക്ക് പ്രതികരണത്തിന് PM ആർഷോ നൽകിയ മറുപടി ചരിത്രം അറിയില്ല എന്നതാണ് ബിനോയ് വിശ്വത്തിന്റെ വിമർശനം. പക്ഷേ ഞങ്ങൾ ചരിത്രം പഠിക്കുന്നുണ്ടെന്നും പ്രവർത്തകർക്ക് ചരിത്രം പറഞ്ഞു കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ പ്രവർത്തകരെ ചരിത്രം പഠിപ്പിക്കാറുണ്ട് എന്നതുമാണ് PM ആർഷോ നൽകുന്ന മറുപടി. മറ്റൊന്ന്, നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ AISFുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഈ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ SFIയെ വിമർശിച്ച് AISFും രംഗത്ത് വന്നിരുന്നു. ഈ കലാലയത്തിൽ തെരഞ്ഞെടുപ്പുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ AISFിന് കഴിയുമോ എന്നും ഇക്കാര്യത്തിൽ ഒരു ചിന്തനം നടത്തണമെന്നതുമാണ് ഈ SFI സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുന്ന കാര്യം. ഈ കാര്യവട്ടം ക്യാമ്പസിൽ ഉൾപ്പെടെ നടന്ന ഈ സംഘർഷങ്ങളിൽ ഈ പ്രവർത്തകർക്ക് പൂർണ്ണ പിന്തുണ കൂടി നൽകുകയാണ്. ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തും. പക്ഷേ KSU പ്രവർത്തകരാണ് കലാലയങ്ങളിൽ ബോധപൂർവം സംഘർഷങ്ങളും ആക്രമണങ്ങളും അഴിച്ചുവിടുന്നത് എന്നതാണ് SFI സംസ്ഥാന സെക്രട്ടറിയുടെ വിശദീകരണം. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആശീർവാദത്തോടു കൂടിയാണ് KSU പ്രവർത്തകർ സംഘർഷം നടത്തുന്നത്. ഇതിനെതിരെ ഉണ്ടാകുന്ന ചില പ്രതിരോധങ്ങൾ മാത്രമാണ് SFI വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. മറിച്ച് എല്ലാ കുറ്റവും SFIയുടെ മേൽ കെട്ടിവെക്കുന്ന ഒരു നിലപാടാണ് പ്രതിപക്ഷവും ഒപ്പം ഒരു വിഭാഗം മാധ്യമങ്ങളും സ്വീകരിക്കുന്നത് എന്നുള്ളൊരു വിമർശനം കൂടി PM ആർഷോ നടത്തുന്നുണ്ട്. മറ്റൊന്ന്, ഈ കൊയിലാണ്ടിയിലെ സംഭവമാണ്. പ്രിൻസിപ്പലിനെതിരെ SFI നേതാവ് ഉന്നയിച്ച വിമർശനങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് PM ആർഷോ പറയുന്നുണ്ട്. അതിൽ കൃത്യമായൊരു പരിശോധന നടത്തും. ഏതെങ്കിലും തരത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ നടപടി സ്വീകരിക്കുമെന്നും PM ആർഷോ പറയുന്നുണ്ട്. പക്ഷേ അവിടെ സംഭവിച്ച മറ്റു കാര്യങ്ങൾ കൂടി പരിശോധിക്കണമെന്നും ആ കലാലയത്തിലെ CCTV ദൃശ്യങ്ങൾ പൂർണ്ണമായും പരിശോധിക്കണമെന്നുകൂടിയാണ്
SFI സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. കാരണം ആ പ്രഥമ അധ്യാപകന്റെ ഭാഗത്തുനിന്ന്, പ്രിൻസിപ്പലിന്റെ ഭാഗത്തുനിന്ന് വിദ്യാർത്ഥിക്കെതിരെ വലിയ കയ്യേറ്റ ശ്രമം ഉണ്ടായിട്ടുണ്ട്, കയ്യേറ്റം അടക്കം ഉണ്ടായിട്ടുണ്ട്. അതിന് പിന്നാലെ ഉണ്ടായ ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതികരണമാണ് വിദ്യാർത്ഥിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. പക്ഷേ ആ പ്രതികരണം പോലും ഉണ്ടാകാൻ പാടില്ലാത്തതാണെന്നും ഏതെങ്കിലും തരത്തിൽ തിരുത്തലുകൾ വേണമെങ്കിൽ തിരുത്തി മുന്നോട്ട് പോകുമെന്നും ഈ വിമർശനങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് SFI സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുകയാണ്. വിജയകുമാർ. യെസ്, കലാലയ തെരഞ്ഞെടുപ്പുകളിൽ കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പാണ് ഇനി നടക്കാൻ പോകുന്നത്. SFIയെ വിമർശിച്ച SFIയുടെ മുന്നണിയിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് മത്സരിക്കാൻ തയ്യാറുണ്ടോ എന്നാണ് PM ആഷോ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചത്. ASF നേതാക്കളുടെ പ്രതികരണം ഒരുപക്ഷേ ഈ വിഷയത്തിൽ ഒരു വെല്ലുവിളിയുടെ സ്വഭാവത്തിലുള്ള പ്രതികരണമാണ്. അതിൽ മറുപടി ASF പറയും വൈകാതെ എന്ന് കരുതാം. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.